അല്ലടാ, ഇന്ന് എന്നെ കുറെ ഉപദ്രവിച്ചെന്ന് എന്നെ മുടിക്ക് കുത്തിപ്പിടിച്ച് അതിലോട് ചേർത്ത് എന്നെ തല അമർത്തി ഇതാക്കി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എറണാകുളത്ത് നിന്നും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ഇന്ന് പുറത്തു വന്നു. സ്വന്തം സഹോദരൻ സഹോദരിയെ മർദ്ദിക്കുന്ന വീഡിയോ ആണ്. പക്ഷേ മർദ്ദിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം വ്യാജമാല ആരോപണ കേസാണ്. കാരണം സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹോദരനും അവരുടെ ഭാര്യയും ചേർന്ന് എറണാകുളം മാലങ്ങാട് സ്വദേശി ഞോമോളെ അവർ താമസിക്കുന്ന വാടക വീട്ടിലെത്തി ഇന്ന് അടിക്കുന്ന ഒരു വീഡിയോ ഇന്ന് പുറത്തു വന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, രക്തബന്ധമാണ്. സ്വന്തം സഹോദരിയെ ഭാര്യ മറ്റ് കാര്യങ്ങൾ കൊണ്ട് പറയുന്നതും കേട്ടിട്ട് അവിടെ വന്നിട്ട് ചൂലെടുത്ത് ഭാര്യ അടിക്കുന്നു, അതുപോലെ തന്നെ കൈകൊണ്ട് സഹോദരൻ അടിക്കുന്നു. മനുഷ്യ മനസാക്ഷി എന്ന് പറയുന്ന സാധനം മരവിച്ചു പോയ ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് സ്വന്തം സഹോദരിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സഹോദരനുമായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണെന്ന് ജോമോൾ സഹോദരനായ ജോൾസനോടും ഭാര്യയോടും പറഞ്ഞിരുന്നു. ആ ഒരു കാര്യത്തിലുള്ള ദേഷ്യം കൂടി മുതലാക്കിയാണ് ആരുമില്ലാത്ത സമയത്ത്, ജോമോളുടെ അച്ഛൻ പോലും വീട്ടിലില്ലാത്ത സമയത്താണ് ജ്യേഷ്ഠനായ ജോൾസൺ എന്ന് പറയുന്ന വ്യക്തിയും ഭാര്യയും ആ വീട്ടിലേക്ക് കടന്നു വന്ന് നിരന്തരമായിട്ട് ആ സഹോദരിയെ ചലിച്ചതയ്ക്കുന്ന ഒരു വീഡിയോ എന്ന് പുറത്തു വന്നു. നമുക്ക് ആദ്യമായിട്ട് ആ ഞെട്ടിക്കുന്ന വീഡിയോ ഏതായാലും നമുക്കൊന്ന് കാണാം. ജോമോളെ ഇറങ്ങ് 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 ജോമോളെ ഇറങ്ങ്, മതി, നിർത്തിട്ട് ഇറങ്ങ്. എടി ഇറങ്ങ, വിട്. എടി ഫോൺ എടുക്കട്ടെ ജോമോളെ, വിട്. നീ വിളിക്കണ ഇറങ്ങ്, ബാ, ഇറങ്ങ വിളിക്കണേ. ഏതായാലും വീഡിയോ നിങ്ങൾ കണ്ടു കാണും. എത്രമാത്രം സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന വീഡിയോ ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും പോലീസിന്റെ FIR ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് പോലീസ് പറയുന്നുണ്ട് ഇതൊരു വ്യാജ മാല ആരോപണ കേസാണ് എന്ന്. ഏതായാലും പോലീസ് തന്നെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ പറയുന്ന ഒരു മാല മോഷണം പോയിട്ടില്ല എന്നും അത് മാറ്റിവെച്ചതിന് ശേഷം ഈ സഹോദരിയുടെ തലയിൽ ചാർത്തിയിട്ട് ചലിച്ചതയ്ക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം നടത്തിയ ശ്രമമാണ് എന്നെല്ലാം ഏതായാലും പോലീസ് ഇപ്പോൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അത് FIR വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ആലുവ വെസ്റ്റ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും കേസ് 2 പ്രതികളാണ്. ഇവരുടെ ജ്യേഷ്ഠനായ ജോസിനും അതുപോലെ തന്നെ ഭാര്യയും ചേർന്നാണ് മർദ്ദിച്ചത്. അവർക്കെതിരെ ഏതായാലും ഇപ്പോൾ പുറത്തു വന്ന വീഡിയോ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് ഏതായാലും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ബാക്കി കാര്യങ്ങളിലേക്കെല്ലാം കടക്കേണ്ടതായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തിൻ്റെ പേരിലായാലും ഒരിക്കലും സ്ത്രീകളെ മർദ്ദിക്കുക എന്ന് പറയുന്നത് തന്നെ ശരിയായ ഒരു കാര്യമല്ല. അതിൻ്റെ പുറത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം സ്വന്തം ചോര അത് സ്വന്തം അനുജത്തി തന്നെയാണ് എന്നുള്ളതാണ്. മറ്റേ ഭാര്യയാണ്, അവരുടെ ഭാര്യയും വന്നിട്ട് തല്ലുന്നുണ്ട്. ജ്യേഷ്ഠം മാത്രമല്ല, കിട്ടിയ കുറ്റിച്ചൂലും മറ്റു കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് അവരും കൂടി തല്ലുന്നത് നമുക്ക് ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ ഇവരുമായി കുടുംബ വഴക്ക് മാസങ്ങളായിട്ട് അങ്ങനെ നിലനിന്ന് പോരുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം ഇവർ തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ പിരിഞ്ഞു പോവുകയും എല്ലാമാണ് ഉണ്ടായത്. എന്നാൽ അവസാനം ഗത്യന്തരമില്ലാതെ വന്ന സമയത്ത് ഞാൻ ഏതായാലും നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് വാക്കാൽ ഒരു വാചകം ഈ പറയുന്ന ജോമോൾ സഹോദരനോട് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യത്തിൽ കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് അറിഞ്ഞ ശേഷമാണ് ഭാര്യയെയും കൂട്ടി ജോൾസന വീട്ടിലേക്ക് എത്തുകയാണ്. വാടക വീടാണ്, അവിടെ അച്ഛൻ ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് അച്ഛൻ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കയറി തല്ലുകയായിരുന്നു എന്ന് തന്നെയാണ് ജോമോൾ എന്ന് പറയുന്ന അവരുടെ സ്വന്തം സഹോദരി ഇപ്പോൾ പറയുന്നത്. നമുക്ക് ജോമോളുടെ വാക്കുകൾ കേൾക്കാം. അല്ലടാ, ഇന്ന് എന്നെ കുറെ ഉപദ്രവിച്ചെന്ന് എന്നെ മുടിക്ക് കുത്തിപ്പിടിച്ച് അതിലോട് ചേർത്ത് എന്നെ തല അമർത്തി ഇതാക്കി. എന്നെ റൂമിൽ പൂട്ടിയാക്കിയിട്ട് എന്നെ പൂട്ടിയിട്ട ശേഷം ഈ ചൂലും കെട്ടും കൊണ്ട് അവൾ വന്നടിച്ചു. പോലീസുകാരോട് പറഞ്ഞേക്കണത് എനിക്ക് ഭ്രാന്താണെന്നാണ് അവളും കൂടി പറഞ്ഞേക്കും. നിറയിന വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്താണ് അവരെന്നെ വന്ന് ഉപദ്രവിച്ച്. പപ്പയാണെങ്കിൽ ഉണ്ടായിരുന്നില്ല വീട്ടില്. എന്താ കാര്യം പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എന്നെ തല്ലിയത് വെറുതെ വന്ന് എന്നെ തല്ലിയതാ. എന്നെ ഓങ്ങി വെച്ചേക്കുന്നു പറഞ്ഞോണ്ടായിന്. എന്നെ ഷോളിട്ട് കഴുത്തിൽ മുറുക്കാൻ വരാൻ പോയത് അവർ രണ്ടുപേരും കൂടി, റെയിനയും ജോയ്സനും.
അവളുടെ ഗോൾഡ് മാറ്റി വെച്ചിട്ട് എന്നെ എല്ലാവരും വിളിച്ചെന്നെ കള്ളിയാക്കി മാറ്റി. ഇപ്പം അത് അവരെന്നെ കുറെ തള്ളിയിട്ട് എനിക്ക് ഒട്ടും പറ്റണില്ല. അത് ചത്ത് കളയാതെ എനിക്ക് ജീവിക്കണ്ട. എൻ്റെ അമ്മയാണ് സത്യം, എനിക്ക് ജീവിക്കണ്ട. അപ്പോൾ സഹോദരിയുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇത്തരത്തിൽപ്പെട്ട ഒരു കാര്യവും ഒരിക്കലും എവിടെയും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ അത് പ്രോത്സാഹിപ്പിക്കപ്പെടാനും പാടില്ല. അതുകൊണ്ട് തന്നെ കർശന നിയന്ത്രണവും അതുപോലെ തന്നെ കേസുകളും മറ്റ് അന്വേഷണ നടപടികളുമായിട്ട് തന്നെയാണ് നമ്മുടെ പോലീസ് മുന്നോട്ട് പോകുന്നത് എന്നാണ് കിട്ടുന്ന വിവരം. ഏതായാലും ഇതുമായി ബന്ധപ്പെടുത്തി ഉടൻ തന്നെ അന്വേഷണവും അറസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും ഉണ്ടാവുമെന്നാണ് പോലീസ് പറയുന്നത്. ആലുവ വെസ്റ്റ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പോലീസ് ആദ്യ നടപടിയിൽ തന്നെ പോലീസിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഇതൊരു വ്യാജമാല ആരോപണ കേസാണ് എന്നാണ്. ഇതിന് മുന്നേ കാസർഗോഡ് നിന്ന് ഒരു യുവതി നമുക്ക് കണ്ടതാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് മാല കട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസാവുന്നു. അതിന് ഗത്യന്തരമില്ലാതെ ആ സ്ത്രീക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നതിന് ശേഷം ആ യുവതി മരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽപ്പെട്ട ഒരു സ്ഥിതി തന്നെയാണ് ഈ സഹോദരിക്കും എന്നാണ് ആ സഹോദരിയുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഭിമാനം എന്ന് പറയുന്നത് എന്തിനേക്കാട്ടിലും ഒരു പടി മുന്നിൽ തന്നെയാണ്. അത് ഏതൊരു മനുഷ്യനും അത്തരത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. ആദ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ സഹോദരി പറയുന്നത് ഇത്തരത്തിൽപ്പെട്ട ഒരു കൃത്യം ആ സഹോദരി ചെയ്യുകയോ അറിയുകയോ പോലും ചെയ്തിട്ടില്ല. ജോമോളെ ഇറങ്ങ് ജോമോളെ ഇറങ്ങ്. മതി, നിർത്തിട്ട് ഇറങ്ങ്. എടി ഇറങ്ങ്, വിട്. എടി ഫോൺ അവരെടുക്കാൻ എടുക്കട്ടെ ജോമോളെ, വിട്. നീ വിളിക്കണെന്തിനാ? ഇറങ്ങ്, ബാ, ഇറങ്ങ് വിളിക്കണേ. കയറി വന്ന് വാടക വീട്ടിൽ നിന്ന് അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നിയമപരമായിട്ട് നിങ്ങൾക്ക് മാല നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തന്നെ നിയമപരമായിട്ട് കേസും കൂട്ടവും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതിനുശേഷം പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ കൊടുക്കാം. അവരന്വേഷിക്കുന്നു, കണ്ടുപിടിക്കുന്നു. അതുപോലെ നിങ്ങളെ മാല പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കിട്ടുകയും ചെയ്യും. അല്ലാത്ത കാലത്തോളം നിങ്ങൾ ഇത്തരം സ്വയം നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആർക്കും യാതൊരു അധികാരവും നമ്മുടെ നിയമം തന്നിട്ടില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം. പിന്നെ സ്വന്തം ചോരയുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. സഹോദരനും തമ്മിലുള്ള പ്രശ്നമാണ് ഇത്. കുടുംബത്തിനകത്ത് വെച്ച് തന്നെ മുതിർന്നവർക്ക് ഇടപെട്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് വഷളാക്കി ഇത്തരത്തിൽപ്പെട്ട വലിയ മോശപ്പെട്ട ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെടുത്തി ഇനി പോലീസിന് മാത്രമേ കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രണ്ട് കൂട്ടരുടെയും തീരുമാനം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരും ദിവസങ്ങളിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഏതായാലും വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.